സാമൂഹ്യ മാധ്യമത്തിൽ വന്ന മനോഹരമായ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ ദൃശ്യത്തിൽ കാണിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യും. ആ ക്ലിപ്പ് വേറൊന്നുമല്ല, ഒരു വർഷത്തോളം തടവറയിൽ കഴിഞ്ഞിരുന്ന ഒരു ഇസ്രയേലി പൗരനെ റെഡ് ക്രോസിന് വേണ്ടി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഹമാസുകാർ കൈമാറുന്നു. സാധാരണ അത്തരത്തിൽ കൈമാറുമ്പോൾ വളരെ രോഷവും വെറുപ്പും ദേഷ്യവുമൊക്കെ ഇത്രമേൽ തടവറയിൽ വെച്ച മനുഷ്യരോട് തോന്നേണ്ടതാണ്. എന്നാൽ അതിനു പകരം ഈ കൂടെ നിന്ന ഹമാസിൻ്റെ ആ ഭടനെ നെറുകയിൽ ചുംബിക്കുന്നു. ഏറ്റവും മനോഹരമായി, ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും സ്നേഹത്തോടെ. അത് വെളിവാക്കുന്നത് ഈ തടവറയിലോ തടങ്കൽ പാളയത്തിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവരോട് എങ്ങനെയായിരിക്കും ഇവർ പെരുമാറിയിട്ടുണ്ടാവുക എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണെന്ന് ചില അന്തർദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ യുദ്ധമായിരുന്നു ഏതാനും നാൾ. യുദ്ധമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഏകപക്ഷീയമായ ആക്രമണം. എല്ലാവരും കൂടി ചേർന്ന് ഗസയെയും ഫലസ്തീനെയും തവിടുപൊടിയാക്കി. അതിൻ്റെ മുൻനിര നേതാക്കളെ പലരെയും വധിച്ചു. ഒരുപാട് മനുഷ്യർ അംഗവൈകല്യം സംഭവിച്ചും ഒക്കെയായി. വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. പലരുടെയും കുടുംബത്തിൽ നിന്ന് 2-3 പേരെങ്കിലും യാത്രയായി. ചിലരുടെ കുടുംബത്തിൽ ആരുമില്ല. അത്രമേൽ ഭീകരമായി ആക്രമിക്കപ്പെട്ടു. അവർ തിരിച്ചും പ്രതിരോധിച്ചു. അതിലും കുറേ മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഒത്തുതീർപ്പുണ്ടാക്കി ഇപ്പോൾ പരസ്പരം തടവുകാരെ കൈമാറുകയാണ്. ആ കൈമാറുന്ന വേളയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൃശ്യമുണ്ടായത്. സാധാരണ അത്തരത്തിൽ കൈമാറുമ്പോൾ ഒരു പ്രവൃത്തിയിലെങ്കിലും അവരെ വേദനിപ്പിക്കുകയോ ഹിംസിക്കുകയോ ചെയ്താൽ എത്ര ക്രൂരമായിട്ടായിരിക്കും അവർ യാത്ര പറയുക. അവരാ സാന്നിധ്യത്തിൽ അവരുടെ മുന്നിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയില്ലേ? ഇല്ലെങ്കിൽ ചാനലുകാരോട് പറയില്ലേ? ഇനി ഇതൊന്നും വേണ്ട, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു പ്രതികരണവും നടത്താതെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ എന്തോ വികാരം നശിച്ച, അല്ലെങ്കിൽ ഈ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറയുന്ന ഒരു രൂപത്തിൽ യാത്രയാകുന്നവരെയല്ലേ കാണേണ്ടത്. എന്നാൽ ഇവിടെ ഈ ഹമാസിൻ്റെ ആളുകൾക്ക് നെറുകയിൽ ചുംബനം നൽകുകയാണ് തടവിലാക്കപ്പെട്ട് മോചിതനാവുന്ന ഇസ്രയേലി പൗരൻ. എന്തായിരിക്കും അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം? അത്രമേൽ അവരോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടാവും. തടവറയിലായിരിക്കുമ്പോഴും അവരോട് ക്രൂരത കാണിച്ചിട്ടുണ്ടാവില്ല. ഈ സ്വന്തം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ നശിക്കുമ്പോഴും ഇവരോട് മര്യാദയ്ക്ക് പെരുമാറിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ചുംബനത്തെ കാണേണ്ടത്, നോക്കിക്കാണേണ്ടത്? ഏതായാലും ആ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമത്തിലും അന്തർദേശീയ ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വാർത്തയായി പുറത്തു വന്നിട്ടുണ്ട്.